കേന്ദ്ര ഭരണകക്ഷിയായ ബി.ജെ.പിയുടെ പ്രതിനിധി ഗോകുൽ ഗോപിനാഥ് നമ്മളോടൊപ്പം ഉണ്ട്. ഗോകുൽ, ഇങ്ങനെ ഒരു ദിവസം ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ? ഈ ബീഹാറിലെ പ്രശ്നം ഉയർന്നു വന്നിട്ട് ഒരുപാട് ദിവസമായി. പ്രതിപക്ഷത്തിന് അതിൻ്റെ ശബ്ദം ഔദ്യോഗിക വേദിയിൽ രേഖപ്പെടുത്താനുള്ള ഒരു അവസരം പോലും കക്ഷി കൊടുത്തില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണത്തോടും ഈ നിർവാചൻ സദൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ട പോലെ പ്രതികരിച്ചില്ല. ആ ഒരു സാഹചര്യത്തിലല്ലേ ഇങ്ങനെ ഒരു കാഴ്ച വന്നത്? ഇത് ലോകം കണ്ടു നിൽക്കുകയല്ലേ? ഒരു രാഷ്ട്രത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ 38% അംഗങ്ങൾ തെരുവിൽ ഇറങ്ങി അവരുടെ ആവശ്യം ഉന്നയിക്കേണ്ടി വരുന്നു എന്ന കാഴ്ച ഒഴിവാക്കാനുള്ള ബാധ്യത ഇന്ത്യൻ ഭരണാധികാരികൾക്ക്, താങ്കളുടെ രാഷ്ട്രീയ കക്ഷി നേതൃത്വം നൽകുന്ന സർക്കാരിന് ഉണ്ടായിരുന്നില്ലേ? ഗൂഗിൾ എന്തു പറയും? ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്കോ ദേശീയ ജനാധിപത്യ സഖ്യത്തിനോ പ്രതിപക്ഷത്തെ പാർലമെൻറ്റ് അംഗങ്ങൾ പ്രതിഷേധിക്കുന്നതിലോ അവർ ഏതെങ്കിലും ജനാധിപത്യപരമായിട്ടുള്ള ആശങ്കകൾ മുന്നോട്ട് വയ്ക്കുന്നതിലോ ഒന്നും വ്യത്യസ്തമായ അഭിപ്രായമില്ല. നമ്മുടെ ഭരണഘടനയും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയും നമുക്ക് അനുശാസിക്കുന്ന ഏത് തരത്തിലുമുള്ള പ്രതിഷേധ മാർഗങ്ങൾ ഏത് വിഷയത്തിലും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ്. അതിനെല്ലാവർക്കുമുള്ള അവകാശങ്ങളുമുണ്ട്. പക്ഷേ അവർ മുന്നോട്ട് വയ്ക്കുന്ന സമരത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്, അതിനോട് ഏത് തരത്തിലുള്ള നയസമീപനമാണ് ഒരു ഭരണകക്ഷി, പ്രത്യേകിച്ച് രാജ്യം ഭരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ബാലിശമായിട്ടുള്ള, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ്റെ ഒരു കുത്തക, CPM-കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുത്തക കമ്പനികൾ അവരുടെ പുതിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ആദ്യം സ്വീകരിക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ മുന്നോട്ട് വെച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ അപക്വമായി അല്ലെങ്കിൽ ബോധരാഹിത്യത്തോടു കൂടി സൂചിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഈ കർണാടകയിലും മഹാരാഷ്ട്രയിലും അടക്കമുള്ള തിരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾക്കകത്ത് വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ആ ക്രമക്കേടുകൾക്കകത്ത് BJP ആണ് ആ ക്രമക്കേടുകൾക്ക് നേതൃത്വം കൊടുത്തതെന്നാണ് ഈ പറയുന്ന ഈ രാജ്യത്തിൻ്റെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചത്. ഇവിടെ നമ്മൾ നോക്കൂ, നമ്മുടെ ഈ ചർച്ചയിൽ പാനലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ മുൻ മന്ത്രിമാരടക്കമുള്ള ആളുകളുണ്ട്, മുൻ MP-മാർ 2 പേരുണ്ട്. നമുക്കറിയാലോ, ഒരു തിരഞ്ഞെടുപ്പിനകത്ത് ഏത് ഘട്ടത്തിലാണ് ഒരു ക്രമക്കേട് നമുക്ക് കാട്ടാൻ കഴിയുക എന്നുള്ളത് നമുക്ക് സവിസ്തരമായി അറിയാവുന്ന കാര്യമാണ്. ഒരു തിരഞ്ഞെടുപ്പ് അതിൻ്റെ വിജ്ഞാപനം വരുന്ന സമയത്ത് മുതൽ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലേക്കായാലും നിയമസഭയിലേക്കായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലേക്കായാലും അതാത് ഘട്ടത്തിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും അതിനകത്ത് എന്തെങ്കിലുമുള്ള തർക്കങ്ങളോ അഭിപ്രായങ്ങളോ ക്രമക്കേടുകളോ സൂചിപ്പിക്കാനും ചൂണ്ടിക്കാണിക്കാനും പരാതി നൽകാനും ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട, ഏറ്റവും അടിസ്ഥാന കമ്മിറ്റികളിൽപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അവസരമുണ്ട്. അത് വീണ്ടും അവർക്ക് ആ പറയുന്ന ആശങ്കകൾ പ്രകടിപ്പിക്കാൻ, പരാതി ഉന്നയിക്കാനുള്ള അവസരം കഴിഞ്ഞ് വീണ്ടും അതിനെ റിവൈസ് ചെയ്തുകൊണ്ട് പുതിയ ലിസ്റ്റ് ഇടും. അതിലും അവർക്ക് ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടി അവസരമുണ്ട്. അങ്ങനെ ജനാധിപത്യപരമായി ഇലക്ഷൻ കമ്മീഷൻ എല്ലാ കാലത്തും പിന്തുടരുന്ന പ്രക്രിയയുടെ ഭാഗമാകാതെ തിരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ട് ജനങ്ങൾ അവരെ തോൽപ്പിച്ച് ജനവിധി അവർക്കെതിരായി 1 വർഷം പിന്നിടുമ്പോൾ ഇവിടെ ആ തോൽവിയെ മറയ്ക്കാൻ, അല്ലെങ്കിൽ താൻ ഒരു പരാജയപ്പെട്ട ഒരു ഏകദേശ കണക്കെടുത്താൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റും അതിനുശേഷം ലോക്സഭയിലെ കക്ഷി നേതാവൊക്കെ ആയതിനു ശേഷം ഈ രാജ്യത്ത് നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകൾ കൂട്ടിയെടുത്താൽ ഏകദേശം 90 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയെയും ഇന്ത്യ മുന്നണിയെയും അമ്പേ പരാജയപ്പെടുത്തിയ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു കോപ്രായം കാണിച്ചു കൂട്ടാനുള്ള ഒരു ഇടപെടലാണ് കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കോപ്രായങ്ങൾക്ക് മറ്റ് പാർട്ടികളും വശംവദരാകുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കൂ, ഈ കേരളത്തിനകത്ത് CPM-ഉം കോൺഗ്രസും 2 മുന്നണിയായി നിൽക്കുന്നവരാണ്, LDF-ഉം UDF-ഉം. ഈ ആരോപണം എന്താ? രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ഇരട്ട വോട്ടും ഈ പറയുന്ന തിരഞ്ഞെടുപ്പിലെ അട്ടിമറികളും അല്ലെങ്കിൽ ക്രമക്കേടുമുള്ള ആരോപണം എല്ലാ തിരഞ്ഞെടുപ്പിലും, അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകട്ടെ, അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാകട്ടെ, അത് നിയമസഭാ തിരഞ്ഞെടുപ്പാകട്ടെ, ഏത് തിരഞ്ഞെടുപ്പിലായാലും കേരളത്തിലെ CPM-നെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് തൊട്ട് സംസ്ഥാന പ്രസിഡന്റ് വരെ CPM-നെതിരെ ഉന്നയിക്കുന്ന അതേ ആരോപണമല്ലേ ഇവിടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്?
അതിലെന്താ CPM-ന്റെ നിലപാട്? എന്താ എത്ര ആരോപണങ്ങളുണ്ട്? CPM-ന്റെ എത്ര പ്രവർത്തകർക്ക് കേരളത്തിൽ ഈ പറയുന്ന കള്ളവോട്ടുമായി ബന്ധപ്പെട്ടും ബൂത്ത് കയ്യേറിയതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുണ്ട്? അപ്പോൾ അതിനകത്തെല്ലാം ഇവർ സ്വീകരിക്കുന്ന അതേ നിലപാട് തന്നെയാണ്. അതെല്ലാം ശരിയാണെങ്കിൽ ഇതും ശരിയാണ്, അത് തെറ്റാണെങ്കിൽ ഇതും തെറ്റാണ്. വരാം ഗോകുൽ.